അമ്മ സംഘടനയുടെ ട്രഷറർ സ്ഥാനം ഒഴിയുന്നുവെന്ന് നടൻ ഉണ്ണി മുകുന്ദൻ. ഏറെ ആലോചിച്ചതിനു ശേഷമുള്ള തീരുമാനമാണിതെന്നും ഫേസ്ബുക്ക് കുറിപ്പിലൂടെയാണ് താരം അറിയിച്ചത്. ട്രഷറർ സ്ഥാനം താൻ ആസ്വദിച്ചിരുന്നുവെന്നും എന്നാൽ ജോലി തിരക്കുകൾ കാരണം മറ്റുത്തരവാദിത്തങ്ങൾ ബാലൻസ് ചെയ്തു കൊണ്ടുപോകാൻ കഴിയാത്തതിനാലാണ് ഈ തീരുമാനമെന്നും ഉണ്ണി മുകുന്ദൻ വ്യക്തമാക്കി. ഒരു പുതിയ അംഗത്തെ നിയമിക്കുന്നതുവരെ ട്രഷറർ സ്ഥാനത്തിൽ തുടരുമെന്നും പ്രവർത്തന കാലയളവിൽ തന്നെ വിശ്വസിച്ച് എല്ലാ പിന്തുണയും നൽകിയ ട്രസ്റ്റിനോടും സഹപ്രവർത്തകരോടും കടപ്പെട്ടിരിക്കുന്നുവെന്നും താരം കൂട്ടിച്ചേർത്തു. ഉണ്ണി മുകുന്ദന്റെ കുറിപ്പിന്റെ പൂർണ്ണ രൂപം ഇങ്ങനെയാണ്: ഏറെ ചിന്തിച്ചും ആലോചിച്ചുമാണ് ഞാൻ അമ്മയുടെ ട്രഷറർ സ്ഥാനം ഒഴിയാനുള്ള കഠിനമായ തീരുമാനത്തിലെത്തിയത്. പദവിയിലുണ്ടായിരുന്ന കാലം വളരെയധികം ആസ്വദിച്ചിരുന്നു. അടുത്തിടെ ജോലിയുടെ സമ്മർദ്ദം കൂടിയത് എന്റെ മാനസികാരോഗ്യത്തെ വളരെയധികം ബാധിച്ചു. ഇത് ജീവിതം ബാലൻസ് ചെയ്യുന്നത് ഏറെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നു. എന്റെയും കുടുംബത്തിന്റെയും ക്ഷേമത്തിന് ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതിന്റെ പ്രാധാന്യം ഞാൻ തിരിച്ചറിയുന്നു. ട്രഷറർ സ്ഥാനത്തിരിക്കെ എന്റെ ഏറ്റവും മികച്ച സംഭാവനകൾ സംഘടനയ്ക്ക് വേണ്ടി നൽകാൻ കഴിഞ്ഞു. എന്നാൽ ഭാവിയിലുള്ള എന്റെ പ്രൊഫഷണൽ പ്രതിബദ്ധതകളെ പരിഗണിച്ച് ട്രഷറർ ഉത്തരവാദിത്തങ്ങളെ ഫലപ്രദമായി കൈകാര്യം ചെയ്യാൻ സാധിക്കില്ലെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതിനാൽ എന്റെ രാജിക്കത്ത് ഞാൻ സമർപ്പിക്കുകയാണ്. സംഘടനയുടെ പ്രവർത്തനങ്ങൾ സുഗമമാക്കാൻ പുതിയ ട്രഷറർ സ്ഥാനമേൽക്കുന്നതുവരെ ഞാൻ തൽസ്ഥാനത്ത് തുടരും. പ്രവർത്തന കാലയളവിൽ എന്നെ വിശ്വസിച്ച് എല്ലാ പിന്തുണയും നൽകിയ ട്രസ്റ്റിനോടും സഹപ്രവർത്തകരോടും കടപ്പെട്ടിരിക്കുന്നു. അതേസമയം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഉണ്ണി മുകുന്ദൻ ഫാൻസും ഷെയ്ൻ നിഗം ഫാൻസും തമ്മിൽ തർക്കങ്ങളും വിമർശനങ്ങളും ഒക്കെ അരങ്ങേറുകയാണ്. ഷെയ്ൻ നിഗത്തിന്റെ തമിഴിലെ ആദ്യ ചിത്രം മദ്രാസ്കാരന്റെ റിലീസിന് പിന്നാലെ ഉണ്ണി മുകുന്ദനെ അധിക്ഷേപിച്ച പഴയ ഇന്റർവ്യൂ കുത്തിപ്പൊക്കിയിരിക്കുകയാണ് സോഷ്യൽ മീഡിയ. ഉണ്ണി മുകുന്ദനെയും ഉണ്ണി മുകുന്ദൻ ഫിലിംസിനെയും അധിക്ഷേപിക്കുന്ന തരത്തിൽ ഷൈൻ നിഗത്തിന്റെ പ്രസ്താവന അന്ന് തന്നെ വലിയ ചർച്ചയായിരുന്നു. ഇപ്പോൾ ഉണ്ണി മുകുന്ദൻ നായകനായി എത്തിയ മാർക്കോ ഇന്ത്യയൊട്ടാകെ വലിയ ജനശ്രദ്ധ പിടിച്ചുപറ്റുകയും ഷെയ്ൻ നിഗത്തിന്റെ ആദ്യ തമിഴ് ചിത്രം പ്രതീക്ഷിച്ച നേട്ടം ഉണ്ടാക്കിയതുമില്ല. കളക്ഷനിലും ജനപ്രീതിയിലും മാർക്കോ കുതിച്ചപ്പോൾ മദ്രാസ്കാരൻ കിതയ്ക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. ഉണ്ണി മുകുന്ദൻ നായകനായി എത്തിയ മാർക്കോ ഇന്ത്യയിലുടനീളം മികച്ച കളക്ഷൻ നേടുകയും 100 കോടി ക്ലബിൽ എത്തുകയും ചെയ്തു. എന്നാൽ വലിയ പ്രതീക്ഷയോടെ തിയേറ്ററുകളിൽ എത്തിച്ച ഷെയ്ൻ ചിത്രം മദ്രാസ്കാരന് ആദ്യ ദിനം ഇന്ത്യയിൽ നിന്ന് ഒട്ടാകെ 25 ലക്ഷം രൂപ മാത്രമാണ് സ്വന്തമാക്കാനായത്. അതേസമയം ഇന്ത്യയിൽ നിന്ന് പ്രതീക്ഷയ്ക്കപ്പുറം കളക്ഷൻ ലഭിച്ച മാർക്കോ കൊറിയയിലും ഭേദപ്പെട്ട ജനശ്രദ്ധ പിടിച്ചുപറ്റി. ഓൺലൈൻ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ ഉണ്ണി മുകുന്ദനെ അധിക്ഷേപിച്ചത് വിവാദമായതിന് പിന്നാലെ മാപ്പ് പറഞ്ഞ് ഷെയ്ൻ രംഗത്തെത്തിയിരുന്നു. എന്നാൽ സോഷ്യൽ മീഡിയയിൽ സംഭവം കെടാത്ത കനലായി നിന്നു. മാർക്കോ ഇറങ്ങിയ ശേഷം ഉണ്ണി മുകുന്ദനെ വിളിച്ചിരുന്നോ എന്ന ചോദ്യത്തിന് ഞങ്ങൾ തമ്മിൽ അതിനുമാത്രം പരിചയമൊന്നുമില്ല എന്നായിരുന്നു ഷെയ്നിന്റെ മറുപടി. പരിചയമില്ലാത്ത ഒരാളെയാണോ പരസ്യമായി അഭിമുഖത്തിൽ അധിക്ഷേപിച്ചത് എന്നാണ് കമന്റ് ബോക്സുകളിൽ ഉയരുന്ന ചോദ്യം. ഞാൻ വന്നപ്പോൾ മുതൽ എല്ലാ ചെന്നായ്ക്കളും എന്നെ കൂട്ടം കൂടി അടിക്കാൻ നോക്കുക, ഇനി ഇവിടെ ഞാൻ മതി എന്ന മാർക്കോയിലെ ഉണ്ണിമുകുന്ദന്റെ ഡയലോഗ് പോലും എതിരാളികളോടുള്ള ഉണ്ണിയുടെ മറുപടിയായി സോഷ്യൽ മീഡിയ ഏറ്റെടുത്തു കഴിഞ്ഞു.